സോനൽ. സോനലിന് ദാവൂദ് ഇബ്രാഹിമും ഗാന്ധിയൻ ഐഡിയാസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? അറിയില്ല. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് നമ്മള് ചെകഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഗാന്ധിയൻ ഐഡിയാസ്, പ്രത്യേകിച്ച് ആൽക്കഹോൾ പ്രൊഹിബിഷന്റെ ഗാന്ധിയൻ ഐഡിയാസ് ആണ് ദാവൂദ് ഇബ്രാഹിമിനെ പോലത്തെ ഒരു അണ്ടർവേൾഡ് ഡോണിനെ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി തീർന്നത് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് റീസെന്റ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നതും ആൽക്കഹോൾ പ്രൊഹിബിഷൻ എങ്ങനെയാണ് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയും അല്ലെങ്കിൽ ബാക്കിയുള്ള അധോലോക നായകന്മാരെയൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. നമുക്കത് ഈ എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും നയനീതി പോളിസി കളക്ടീവ് എന്ന ഓർഗനൈസേഷന്റെ കോ-ഫൗണ്ടേഴ്സ് ആണ്. സോ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ വിചാരിക്കുന്ന ടോപ്പിക് ആൽക്കഹോൾ ബാൻ എന്നൊരു ടോപ്പിക്കാണ്. മദ്യത്തിന്റെ നിരോധനം. അപ്പം റീസെന്റ് നമുക്കറിയാം, ഇലക്ഷൻസ് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിലെ ഇലക്ഷനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയുടെ TVK എന്ന് പറഞ്ഞ പാർട്ടി ഭരണത്തിൽ കയറി. അപ്പം വിജയ് ഭരണത്തിൽ കയറിയതിന് ശേഷം ആദ്യമായി എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ ആൽക്കഹോൾ വിൽക്കുന്നതിന്റെ ഗവൺമെന്റ് ഏജൻസിയുടെ പേര് ടാസ്മാക് എന്നാണല്ലോ. അപ്പോൾ ടാസ്മാക്കിന്റെ 700ഓളം മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ വിജയ് അടച്ചുപൂട്ടിച്ചു. അതായത് ഈ ആൽക്കഹോൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ സ്കൂളുകളുടെയോ ബസ് സ്റ്റേഷൻസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ മോസ്കുകളുടെയോ ഒക്കെ ഒരു 500 മീറ്റർ റേഡിയസിനുള്ളിലുള്ളൊരു സാധനമാണെങ്കിലാണ് അതിനെ അടയ്ക്കുക എന്നുള്ളതാണ് വിജയുടെ പാർട്ടി പറഞ്ഞത്. അപ്പൊ അത് ഏകദേശം 700 അതിൽ കൂടുതലോ ആയിട്ട് മദ്യശാലകൾ അടച്ചു. ഈ ബാന്, റെഗുലേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഉള്ളിലെ പബ്ലിക് പോളിസിക്കാർ സടകുടഞ്ഞ് എഴുന്നേക്കും. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാന്നുള്ളതും ചിന്തിക്കാന്നുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏരിയ ആണ്. അപ്പൊ അതാണ് നിങ്ങളുമായിട്ട് നിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ആനന്ദിനോട് സംസാരിക്കാം, അപ്പം ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പം ആനന്ദേ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ മദ്യത്തിന്റെ ബാന്, അല്ലെങ്കിൽ മദ്യശാലകളുടെ ബാന്, അല്ലെങ്കിൽ പ്രത്യേക ടൈപ്പ് മദ്യങ്ങളുടെ, ഡ്രഗ്സിന്റെ ബാൻ, ഇങ്ങനെ കുറെ കോൺവെർസേഷൻസ് നടക്കാറുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സ്റ്റേറ്റസ്? ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി? അതൊന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു ഈ മദ്യനിരോധനത്തിന്റെ ഐഡിയ തന്നെ കോൾഡ് ഓപ്പണിൽ പറഞ്ഞതുപോലെ ട്രേസ് ബാക്ക് ചെയ്യുന്നത് ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. മദ്യം നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് അത് എനിക്ക് തോന്നുന്നു DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കേണ്ട ഒരു സംഭവമായിട്ട് പറയുന്നുണ്ട് മദ്യനിരോധനം എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല സംസ്ഥാനങ്ങളും മദ്യനിരോധന പോളിസീസ് ഒക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഇപ്പൊ ബീഹാർ, ഗുജറാത്ത്, നാഗാലാൻഡ് ഇവിടെയൊക്കെ ഇപ്പോഴും ഒരു ആൽക്കഹോൾ ബാൻ അല്ലെങ്കിൽ മദ്യനിരോധനം ഉള്ള സംസ്ഥാനങ്ങളാണ്. ഗുജറാത്തിലൊക്കെ ചെറിയ ലീനിയൻസി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഗിഫ്റ്റ് സിറ്റിയിലും അവരുടെ ഇൻഡസ്ട്രികൾ പ്രൊമോട്ട് ചെയ്യാനും ടൂറിസം പ്രൊമോട്ട് ചെയ്യാനൊക്കെ അവർ ചെറിയ രീതിയിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പൊതുവെ അവിടെയൊക്കെ ഒരു ആൽക്കഹോൾ ബാൻ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ബീഹാറിലൊക്കെ ഉം ഉം. കംപ്ലീറ്റ് ബാൻ ആണ്. കേരളവും ഇതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ആൽക്കഹോൾ ബാൻ പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2014 കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു പോളിസി ഉം. വന്നിരുന്നു. അതായത് ഹാർഡായിട്ടുള്ള ലിക്കറുകൾ ബാൻ ചെയ്തിട്ട് ബിയർ മാത്രം അലൗ ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു പോളിസി. അത് ഗ്രാജുവലി പതുക്കെ പതുക്കെ ഉം. 2025 ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ഒരു ആൽക്കഹോൾ ബാനിലേക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് മദ്യനിരോധനത്തിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു അവർ വിചാരിച്ചത്. ഇപ്പൊ കേരളം ഉം. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, ബീഹാറും ഗുജറാത്തും ഒക്കെ ഓൾറെഡി ട്രൈ ചെയ്യുന്നുണ്ട്. തമിഴ്നാടും കുറെ കാലമായിട്ട് ഇത് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മദ്യനിരോധനം കൊണ്ടുവരാൻ വേണ്ടി. ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ ആൽക്കഹോൾ പ്രൊഹിബിഷൻ വരുന്നത് 1948-ലാണ്. C. രാജഗോപാലാചാരി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അത് 1971 വരെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. കരുണാനിധിയാണ് ഇത് പുറകോട്ടേക്ക് വലിക്കുന്നത്, ബാന് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത്. 74 ഇങ്ങനെ ബാൻ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു പബ്ലിക് പ്രഷറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് വീണ്ടും കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 1977 MGR പിൻവലിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉം കുറച്ചു ഉം. കാലം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ജയലളിതയാണ് 1991 തമിഴ്നാട്ടിൽ വീണ്ടും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആൽക്കഹോൾ ബാൻ കൊണ്ടുവരുന്നത്. ഉം. 2003 ആക്ച്വലി തമിഴ്നാട്ടിൽ ബാന് മാറ്റിയിട്ട് ഈ ടാസ്മാക് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് മോണോപോളി, അതുവഴി മാത്രമേ ആൽക്കഹോൾ കൊടുക്കൂ എന്നുള്ളൊരു പോളിസിയും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ തുടങ്ങുന്നത് ഒരു നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് തന്നെയാണ്. കാരണം നമ്മള് ഗാന്ധി ആണെങ്കിലും അല്ലെങ്കിൽ ഈ മദ്യനിരോധനം തുടങ്ങിയവരുമൊക്കെ ഒരു നല്ല കാര്യം വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം മദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക പ്രശ്നമുണ്ട്. ഫാമിലീസ് ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. അതേപോലെ ഉം. ഇതൊരു ഭയങ്കര ഫിനാൻഷ്യൽ ബേർഡൻ ആണ് മദ്യപിക്കുന്നവർക്ക്.
വലിയൊരു വരുമാനം അവര് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സമൂഹത്തിന് പൊതുവെ ഒരു മോശം ചെയ്യുന്ന ഒരു കാര്യമാണ് ആൽക്കഹോളിസം എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു മദ്യനിരോധന പോളിസീസ് ഒക്കെ വരുന്നത്. ഉം. ഇന്റൻഷൻ നമുക്ക് വളരെ മികച്ചതാണ് എന്ന് പറയാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോഴാണ് ഇതിലുള്ള ഒരു ഇത് ഉം. വരുന്നത്. കാരണം പലപ്പോഴും ഈ പോളിസീസ് ഒക്കെ ഫെയിൽ ആവുന്നതിന്റെ ഒരു കാര്യം നമ്മൾക്ക് മദ്യനിരോധനം കൊണ്ട് മാത്രം ആ മദ്യത്തിന്റെ ഡിമാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൾക്കാർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ മദ്യം വേണം അല്ലെങ്കിൽ മദ്യപിക്കണം എന്നൊക്കെ ഉള്ളത്. അതൊരു ബാൻ കൊണ്ടൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പലരും ക്രോണിക് ആയിട്ട് അഡിക്റ്റ് ഒക്കെ ആയവരൊക്കെ ആയിരിക്കും. അവർക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ ഉം. പറ്റില്ല എന്നൊക്കെയുള്ള സാഹചര്യമൊക്കെ ആയിരിക്കും. അപ്പോ അവരോടൊക്കെ ഒരു നിരോധനം കൊണ്ട് അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം. അപ്പൊ ആ ഡിമാൻഡ് ഉം. ഉള്ളിടത്തോളം കാലം ഇത് ഇല്ലീഗലായിട്ടും അങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കും ഉണ്ടാവും ഇതിന് ചുറ്റും എന്നൊക്കെയുള്ളതാണ് അതിന്റെ ഒരു വേറൊരു കാര്യം. ഇത് ഉം. ഇൻട്രസ്റ്റിംഗ്ലി ഒരു എക്കണോമിസ്റ്റ് ഉം. അനുപം മനൂർ എന്നൊക്കെ പറഞ്ഞ നമ്മളുടെ ഒരു ഫ്രണ്ടൊക്കെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഗുജറാത്ത് ഒരു മദ്യനിരോധന സംസ്ഥാനമാണല്ലോ. നിങ്ങൾക്ക് ഒരു ബിയറും ഒരു പിസ്സയും ഒരുമിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബിയറാണ് ആദ്യം ഹോം ഡെലിവറി ആയിട്ട് എത്തുക എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. പുള്ളി ഒരു ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉം. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോ ഉം. ഒരു മദ്യനിരോധന സംസ്ഥാനത്തിലും പോലും മദ്യം കിട്ടാൻ അത്രയും ഈസിയാണ്. ഉം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് അതിന്റെ ഒരു ഉം. സംഭവം. അപ്പോ ഇതൊരിക്കലും പ്രാക്ടിക്കലി എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അതുകൊണ്ടുണ്ടാവുന്ന മോശം സിറ്റുവേഷൻ ഒക്കെയാണ് കൂടുതൽ പ്രശ്നമാവുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. പക്ഷെ അതിന് മുന്നേ ഈ ഒരു ആൽക്കഹോൾ ബാനിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ എക്കണോമിസ്റ്റുകൾ പൊതുവെ പറയുന്നത് ബൂട്ട് ലെഗേഴ്സ് ആൻഡ് ബാപ്റ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു തിയറിയാണ്. ഉം. ആദ്യം ആ ഒരു കാര്യത്തിലേക്ക് പോവാം. എന്താണ് സോനൽ ഈ തിയറി? എന്താണ് ഈ ഐഡിയ? ബൂട്ട്ലെഗേഴ്സ് ആൻഡ് ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിംവർക്ക് ഉണ്ട് നമുക്ക് പൊതുവെ ബാനുകളെയും റെഗുലേഷനെയും ഒക്കെ മനസ്സിലാക്കാൻ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ശ്രദ്ധിക്കാതെ ഒരു കാര്യമുണ്ട്. ആനന്ദ് ഇന്ന് ആർസണലിന്റെ ജേഴ്സിയൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആർസണൽ EPL അടിച്ചു. അപ്പോൾ ആർസണലിന്റെ ടോക്സിക് ഫാനുകളിൽ ഒരാളാണ് ആനന്ദ്. അപ്പോൾ അതിന്റെ കുന്തളിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ. അപ്പോ അപ്പം ആൽക്കഹോൾ ബാൻ അല്ലാതെ എന്ത് ബാനുകളെയും റെഗുലേഷൻസിനെയും പറ്റി മനസ്സിലാക്കാൻ എക്കണോമിക്സിൽ ഒരു ഫ്രെയിംവർക്കാണ് ബൂട്ട്ലെഗേഴ്സ് ആൻഡ് ബാപ്റ്റിസ്റ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ പബ്ലിക് പോളിസിയുടെ ഒരു ഫ്രെയിംവർക്കാണ്. റൈറ്റ്. അപ്പം ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആനന്ദ് പറഞ്ഞ നേരത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ആൽക്കഹോൾ ബാനുകൾ പൊതുവെ വർക്ക് ചെയ്യൂ. ആൽക്കഹോൾ നമ്മൾ ബാൻ ചെയ്തതും കൊണ്ട് ആൾക്കാരുടെ ആൽക്കഹോൾ മദ്യപാനം കുറയൂ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ അമേരിക്കയിലുള്ളൊരു ഏർലി 90s തോന്നുന്നു ഇറക്കിയൊരു ഒരു പേപ്പറുണ്ട് ബൂട്ട്ലെഗേഴ്സ് ആൻഡ് ബാപ്റ്റിസ്റ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ പേപ്പർ വായിക്കണം. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പം അമേരിക്കയിലെ ചില സദേൺ സ്റ്റേറ്റുകളിൽ അവരൊക്കെ വളരെ ചർച്ച് ഗോയിങ് ആയിട്ടുള്ള പള്ളികളിൽ ഞായറാഴ്ചകളിൽ പോകുന്ന വളരെ ഭക്തരായ ക്രിസ്ത്യൻസായ ആൾക്കാരാണ്. അപ്പം അവര് ഞായറാഴ്ച മദ്യം നിരോധിക്കണം എന്നുള്ളൊരു റൂള് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഞായറാഴ്ച നോക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ദിവസമാണ്. ഇപ്പോൾ ഡേ ഓഫ് ദ ലോർഡ് എന്നൊക്കെ നമ്മൾ പൊതുവെ ഈ ക്രിസ്ത്യാനികൾ പറയും. അപ്പം അങ്ങനെ ആ ദിവസം ഹോളി ആയിട്ടും വളരെ പ്യുവറായിട്ടും വിശുദ്ധമായിട്ടും വെക്കുക. അന്നാരും മദ്യപിക്കാതിരിക്കുക, പള്ളിയിൽ പോവുക, ശബത്ത് ആചരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ബാപ്റ്റിസ്റ്റ് വളരെ ഹാപ്പിയാണ്. ഗവൺമെന്റ് ഇങ്ങനത്തെ റൂള് കൊണ്ടുവന്നു. ആ ഒരു ദിവസം മദ്യശാലകളിൽ വിൽക്കാതിരിക്കുക. വേറൊരു ടീമും കൂടെ വളരെ ഹാപ്പിയാണ് ഈ മദ്യനിരോധനം ഞായറാഴ്ചകളിൽ കൊണ്ടുവന്നതുകൊണ്ട്. അതെന്ന് പറയുകയാണെങ്കിൽ ബൂട്ട്ലെഗേഴ്സ് ആണ്. ബൂട്ട്ലെഗേഴ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഗുഡ്സ് വിൽക്കുന്ന ആൾക്കാരെന്നുള്ളതാണ് ബൂട്ട്ലെഗർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പം ബൂട്ട്ലെഗേഴ്സ് എന്തുകൊണ്ടാണ് ഹാപ്പി? പൊതുവെ അമേരിക്കയിലുള്ള ആൾക്കാർക്ക് നമുക്കറിയാം ഒരു വീക്കെൻഡാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. ആ ഞായറാഴ്ചയാണ് പൊതുവെ ഈ അമേരിക്കൻ ഫുട്ബോളും ഇങ്ങനെ ബേസ്ബോളും അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു വീക്കെൻഡിൽ ഒരു ബിയറൊക്കെ കുടിച്ച് ഒരു ഗെയിം കാണുക എന്നുള്ളത് അവിടെ ഒരു കൾച്ചറൽ സംഭവമാണ്. അപ്പോൾ ആ ദിവസം പലർക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ബിയർ ബോട്ടിൽ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോൾ അവർക്ക് വേണം. അപ്പോൾ ഇതിനവരെന്ത് ചെയ്യും? അപ്പം ബാൻ ചെയ്തിരിക്കുകയാണ് ഞായറാഴ്ച. അപ്പം ബൂട്ട്ലെഗേഴ്സ് നോക്കുമ്പോൾ കുറച്ച് പൈസ കൂട്ടി നമുക്ക് ഈ കളി കാണുമ്പോഴൊക്കെ ഈ മദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ആൽക്കഹോൾ വിൽക്കാം എന്ന് അവർക്കൊരു ഐഡിയ വന്നു. അപ്പൊ അവരങ്ങനെ അവർക്ക് വെക്കുകയാണ്. അപ്പൊ പൊതുവെ 100 രൂപയ്ക്ക് വെക്കുന്ന ഒരു സാധനമാണെങ്കിൽ അന്ന് അവർക്ക് 150 രൂപയ്ക്ക് വെക്കാം. കാരണം വേറെ ആരും വെക്കുന്നില്ല, അവർ മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പൊ കുറച്ച് പൈസ കൂട്ടി വെക്കാം. പൊതുവെ ഗവൺമെന്റ് ശാലകളിൽ വിൽക്കുന്ന സംഭവങ്ങൾക്ക് ടാക്സ് ഉണ്ടാവും. ഈ സാധനം ഗവൺമെന്റ് അറിയാതെ ബ്ലാക്ക് മാർക്കറ്റിലാണ് വെക്കുന്നത്, അതിന് ടാക്സ് ഇല്ല. പൊതുവെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സാധനം വെക്കണം, ഇത് വെക്കണം, അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിക്കണം, ഇത് വെക്കണം എന്ന് കുറേ ഗവൺമെന്റ് നിയമങ്ങളുണ്ടാവും. ഇത് ഗവൺമെന്റ് കൺട്രോളിൽ വരുന്ന സാധനമല്ല, ബ്ലാക്ക് മാർക്കറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ എക്സ്പെൻസുകളൊന്നുമില്ല. ആൻഡ് 100 രൂപയ്ക്ക് വെക്കുന്ന സാധനം 150 രൂപയ്ക്ക് കുറച്ച് കൂട്ടിയും വെക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഞായറാഴ്ച ആൽക്കഹോൾ ബാൻ കൊണ്ടുവന്നതുകൊണ്ട് 2 ടീമുകൾ ഹാപ്പിയാണ്. ഒന്ന് ബാപ്റ്റിസ്റ്റ്, വളരെ വിശുദ്ധരായ പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകളിൽ മദ്യം
മദ്യപിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവര് ഹാപ്പിയാണ്. മറ്റേ സൈഡില് ഇവരുടെ പോളാർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവരെ പോലെ ധാർമ്മികത അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ധാർമ്മികതയൊന്നും ഇല്ലാത്തത് ധാർമ്മികമായി ചിന്തിക്കാത്ത ബൂട്ട് ലെഗേഴ്സായ ആൾക്കാർ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ആൾക്കാരും വളരെ ഹാപ്പിയാണ്. അവർ കുറച്ച് പൈസ കൂട്ടി വിൽക്കാം. നല്ല പ്രോഫിറ്റ് ഇവർക്ക് ഞായറാഴ്ചകളിൽ ഉണ്ടാക്കാം. ഈ 2 പോളാർ ഓപ്പോസിറ്റ് ആയ ടീമുകളും ഈ ഒരു റെഗുലേഷൻ വന്നതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് ലോബി ചെയ്യുന്നതോ ഗവൺമെന്റിന്റെ അടുത്ത് പൈസ കൊടുക്കുന്നതോ ഒരു സൈഡിലെ ബാപ്റ്റിസ്റ്റുകളും ഒരു സൈഡിലെ ബൂട്ട് ലെഗേഴ്സും. അപ്പം ഉം. ഇവരറിയാതെ തന്നെ ഒരു രീതിയിൽ ഇവർ തമ്മിലൊരു ഹാൻഡ് ഷേക്ക് നടക്കുന്നുണ്ട്. ബാപ്റ്റിസ്റ്റുകളും ബൂട്ട് ലെഗേഴ്സും തമ്മിൽ എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഐഡിയ. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഇത് ലിറ്ററലി ഇതുപോലെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്. റൈറ്റ്? ഈ ബാപ്റ്റിസ്റ്റ് ബൂട്ട് ലെഗേഴ്സ് സംഭവം. ആനന്ദിനറിയോ ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയോ? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ഇതിങ്ങനെ നടക്കുന്നതെന്ന്? ഏത് സ്റ്റേറ്റ് ആണ്? ഓക്കെ. അപ്പൊ ഇന്ത്യയില് പല സ്റ്റേറ്റുകളിൽ നേരത്തെ ആനന്ദ് പറഞ്ഞിരുന്നു ആൽക്കഹോൾ ബാൻ ഉണ്ട്. നാഗാലാൻഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നാഗാലാൻഡ് ഉം. ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം നാഗാലാൻഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നാഗാലാൻഡ് ഒത്തിരി ക്രിസ്ത്യൻസ് ഉള്ള സ്റ്റേറ്റ് ആണ്. പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻസ് ഉള്ള സ്റ്റേറ്റ് ആണ്. റൈറ്റ്? ഉം. അപ്പം നാഗാലാൻഡിൽ എൻറ്റയർ സ്റ്റേറ്റിൽ ആൽക്കഹോൾ ബാൻഡ് ആണ്. പക്ഷെ ഉം. നാഗാലാൻഡിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ പലചരക്ക് കട ഉള്ള പോലെ നമുക്ക് ആൽക്കഹോൾ ഉം. ഷോപ്പുകൾ കാണാം. അല്ലെങ്കിൽ ആൽക്കഹോൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് കാണാം. വൈൻ ഷോപ്പുകൾ ഉം. കാണാം. ഉം. എല്ലാം കാണാൻ പറ്റും. എല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നതാണ്. ഇടയ്ക്കൊക്കെ ഗവൺമെന്റ് ചെക്കിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും എല്ലായിടത്തും ഇത് വിൽക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം മദ്യപിക്കുന്നവരാണ്. വളരെയധികം മദ്യപിക്കുന്നവരാണ് നാഗാലാൻഡിലുള്ള ആൾക്കാര്. അപ്പം ഉം. ഇത് ആക്ച്വലി പ്ലേ ഔട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. വെറും ഒരു തിയറി മാത്രമല്ല എന്നുള്ളതാണ് പോയിന്റ്. ഉം. നമ്മള് വേറെ സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിലെ ആൽക്കഹോൾ ബാനിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മളിന്ന് സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണ്. ഇത് കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി മദ്യദുരന്തങ്ങൾ നടന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഉം. നമുക്കെല്ലാവർക്കും അറിയാം 2023 വില്ലുപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 22-ലധികം പേര് മരിച്ചു. കല്ലിക്കുറിച്ചി ഉം. എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിട്ടുള്ള മദ്യദുരന്തത്തെ പറ്റി നമുക്കറിയാം. 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അവിടെ ഓൾമോസ്റ്റ് 65-70 പേര് മരിച്ചു. വേറെ ഉം. കുറെ ആൾക്കാർ അഫക്റ്റഡ് ആയി. ഈ പല മദ്യദുരന്തം കേസുകളും നമ്മൾ എടുക്കുമ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. റൈറ്റ്? ഒന്ന്, ഉം. ഇവിടെ എല്ലാം വിൽക്കുന്നത് നിരോധിക്കപ്പെട്ട ടൈപ്പ് മദ്യങ്ങളാണ്. റൈറ്റ്? അല്ലെങ്കിൽ ഈ മദ്യത്തിനകത്ത് നമ്മൾ പറയുക പല കെമിക്കൽസും ആഡ് ചെയ്യാൻ പാടില്ലാത്ത ക്വാളിറ്റി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മദ്യത്തിന്റെ വീര്യം കൂട്ടുന്ന പക്ഷേ ആൾക്കാർക്ക് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മദ്യമാണ് ഈ പല മദ്യദുരന്തം കേസുകളിലും വിൽക്കപ്പെടുന്നത്. ഉം. രണ്ടാമത്, ഈ മദ്യമെല്ലാം വളരെ ചീപ്പായിട്ട് ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്ന മദ്യമാണ്. ഉം. മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ പാവപ്പെട്ടവരാണ് കൂടുതലും ഈ മദ്യം മേടിക്കുന്നതും കഴിക്കുന്നതും മരിക്കുന്നതും. റൈറ്റ്? ഉം. പാവപ്പെട്ടവരാണ് ഈ കേസുകളെല്ലാം നടക്കുന്നത്. അപ്പം നമ്മൾ ഈ കേസുകൾ മദ്യദുരന്തത്തിന്റെ ഏത് എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കിയാലും പലപ്പോഴും ആ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആ റീജിയനുകളിൽ പാവപ്പെട്ട ആൾക്കാർക്ക് മദ്യപിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് അഫോർഡബിൾ ആയ രീതിയിൽ ഗവൺമെന്റ് മദ്യശാലകളിൽ മദ്യം അവൈലബിൾ അല്ല. അതുകൊണ്ട് അവർ ബ്ലാക്ക് മാർക്കറ്റിൽ പോയി മേടിക്കുന്നു. ബ്ലാക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഇതിന്റെ ക്വാളിറ്റി കൺട്രോളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. വളരെ വീര്യം കൂടിയ മദ്യം വളരെ ചെറിയ പൈസക്കാർക്ക് അവൈലബിൾ ആവുന്നു. അപ്പോൾ ഇവർ പലരും മേടിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്തുള്ള കെമിക്കൽസ് ഇവര് ഭക്ഷിക്കുകയും ഇതവർക്ക് ഹെൽത്തിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ അറിയുന്ന കേസുകളിൽ പലരും മരിക്കുന്നു. അല്ലാതെ തന്നെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി കേസുകൾ നമ്മൾ അറിയാതെ ഒരുപക്ഷേ പോകുന്നുണ്ടാവും. ഉം. അപ്പം ഇതാണ് ബാപ്റ്റിസ്റ്റുകളുടെയും ബൂട്ട് ലെഗേഴ്സിന്റെ എക്സാമ്പിൾ. പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ ഇത് ബാൻ ചെയ്യണമെന്ന് പറയുന്നവരും ഈ ബ്ലാക്ക് മാർക്കറ്റിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ അറിയാതെ കൈ കൊടുക്കുന്നത് എന്നുള്ള സംഭവമാണ് ബാപ്റ്റിസ്റ്റ് ആൻഡ് ബൂട്ട് ലെഗേഴ്സ് എന്നുള്ള എക്കണോമിക്സിലുള്ള ഫ്രെയിംവർക്ക്. ഇത് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ്ലി പ്ലേ ഔട്ട് ചെയ്തത് നമ്മൾ ഈ കോൾഡ് ഓപ്പണിൽ പറഞ്ഞതുപോലെ ഈ ബോംബെയിലുള്ള അധോലോകത്തിന്റെ കേസിലാണ്. അവര് ഈ ബൂട്ട് ലെഗേഴ്സ് ആയിട്ട് തുടങ്ങിയവരാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ആൽക്കഹോൾ പ്രൊഹിബിഷൻ ആക്ച്വലി ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1949-ലാണ്. ആ സമയത്ത് ബോംബെ എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ഥലമായിരുന്നു. ബോംബെ പ്രസിഡൻസി ആയിരുന്നു. അത് മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അഗെയിൻ ഇതിന്റെ ഇന്റൻഷൻ എപ്പോഴും നല്ലതാണ്. നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അന്ന് അവർ എയിമായിട്ട് പറഞ്ഞത് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ഡൊമസ്റ്റിക് വയലൻസ് കുറയ്ക്കുക, പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, വർക്കിംഗ് ക്ലാസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇത് മൂലം കുറയ്ക്കുക. ഈ ബാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറക്കാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരുടെ ഇന്റൻഷൻ എപ്പോഴും നല്ലതായിരുന്നു. പക്ഷെ ഇത് മോശമായിട്ട് ടേൺ ഔട്ട് ആയ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളത് എക്കണോമിക്സിലും പബ്ലിക് പോളിസിയിലൊക്കെ അൺഇന്റൻഡഡ് കോൺസിക്വൻസ് എന്നാണ് പറയുക. ആ കോൺസിക്വൻസുകൾ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്. സോനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൂട്ട് ലെഗേഴ്സിന്റെ നെറ്റ്വർക്കാണ് ആദ്യം ഉണ്ടാവുന്നത്. അത് പതുക്കെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ബോംബെയിൽ കണ്ടത്. ആദ്യം കുറച്ച് സ്മഗ്ലേഴ്സ് ഒക്കെ ഒരുമിച്ച് വന്നിട്ട് ഇത്രയും കാലം ചെറിയ ചെറിയ ക്രൈം ഒക്കെ ചെയ്തവർ ഇതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു ബാൻ വരുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇല്ലീഗലിയൊക്കെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ക്രൈം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലാഭം
ഇല്ലീഗലായിട്ട് ആൽക്കഹോൾ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറ്റും എന്നവർ മനസ്സിലാക്കിയിട്ട് ഉം. പല ക്രിമിനലുകളും ഈ ആക്ടിവിറ്റിയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ തിരിഞ്ഞ ഒരാളാണ് ഈ ഹാജി മസ്താൻ ഒക്കെ നമ്മൾ വളരെ പോപ്പുലർ ഉം. ആയിട്ടുള്ള ഒരു അധോലോക നായകനൊക്കെയാണ്. അപ്പൊ പുള്ളിയൊക്കെ അങ്ങനെ ആൽക്കഹോൾ പ്രൊഹിബിഷന്റെ സമയത്തൊക്കെയാണ് ഫ്ലറിഷ് ചെയ്തത് എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഡോങ്ക്രി ടു ദുബായ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നുണ്ട് ഉം. ഇവരുടെ ഈ ബോംബെയിൽ അണ്ടർവേൾഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. അപ്പൊ ഈ അണ്ടർവേൾഡിന്റെ തുടക്കം ശരിക്കും അവര് ഈ ആൽക്കഹോൾ സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഇവർക്ക് ഉം. എപ്പോഴും ഒരു ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ സ്മഗിൾ ചെയ്യാനും പറ്റില്ല എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പൊ നാഗാലാൻഡിലെ കേസൊക്കെ സോനിൽ പറഞ്ഞു. പലപ്പോഴും ഉം. ഗവൺമെന്റ് കണ്ണടക്കുന്നത് കൊണ്ടോ പോലീസുകാർ കണ്ണടക്കുന്നത് കൊണ്ടോ ഒക്കെയാണ് ഇത് ആക്ച്വലി ഉം. ഫ്ലറിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഗവൺമെന്റിന് പൈസ കൊടുക്കുക, പോലീസുകാർക്ക് പൈസ കൊടുക്കുക എന്നൊക്കെ ചെയ്തിട്ട് ഒരു ഇല്ലീഗൽ നെറ്റ്വർക്ക് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് അവർ രൂപീകരിക്കുന്നുണ്ട്. ബോംബെയിലും ഉം. അങ്ങനെയാണ് ഉണ്ടായത്. ഇതിൽ പല പൊളിറ്റീഷ്യൻസും ഭാഗമായിരുന്നു, പല പോലീസുകാർ ഇതിന്റെ ഭാഗമായിരുന്നു. ഇവരൊക്കെ ഒരു ഒരു ചെയിൻ ഓഫ് ആൾക്കാർ അവരുണ്ടാക്കാൻ പറ്റി ഈ സ്മഗ്ലേഴ്സിന് അവരുടെ പൈസ കൊണ്ടും അവരുണ്ടാക്കുന്ന ലാഭം കൊണ്ടും. അപ്പൊ ഇതൊക്കെ ലീഡ് ചെയ്തത് ഒരു ഭയങ്കര വലിയൊരു എന്താ പറയാ ഭയങ്കര വലിയൊരു ബേസ് ഉള്ള ഭയങ്കര കണക്ഷൻസ് ഉള്ള ഒരു അധോലോകത്തിലേക്ക് ലീഡ് ചെയ്തു എന്നുള്ളതാണ് പൊതുവെ അതിന്റെ കഥ. ഈ ഉം. അണ്ടർവേൾഡ് ആണ് പിന്നെ കുറെ അധികം വേറെ കുറെ ആക്ടിവിറ്റീസിലൊക്കെ പോയി. കുറച്ചുപേര് ക്രിക്കറ്റ് മാച്ച് ഫിക്സിംഗിലേക്കും കുറച്ചുപേര് ഉം. വേറെ കുറെ ആക്ടിവിറ്റീസിലൊക്കെ ഷിഫ്റ്റ് ചെയ്തു. ഉം. ഇതൊക്കെയാണ് പതുക്കെ പതുക്കെ ദാവൂദ് ഇബ്രാഹിമിനെ പോലത്തെ ഒരാളെ വളർത്താനും സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പൊ ശരിക്കും ഉം. നമുക്ക് ഡയറക്ട്ലി ആ കോസ് കണക്ഷൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഉം. ആൽക്കഹോൾ പ്രൊഹിബിഷനും തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഒരു അധോലോകം അതുകൊണ്ട് ഫ്ലറിഷ് ചെയ്തത് എന്നൊക്കെയുള്ളത് വളരെ ഉം. ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ഉം. ആർട്ടിക്കിൾസും ഉണ്ട്. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം ഷോ ഉം. നോട്ട്സിൽ. പക്ഷെ ഇതൊരു ജനറൽ സിറ്റുവേഷൻ ആണ്. ലോകം മുഴുവൻ എവിടെയൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സോനിൽ പറഞ്ഞതുപോലെ യു എസിൽ പ്രൊഹിബിഷൻ ഉണ്ടാക്കിയപ്പോൾ അവിടെയും ഇതേപോലത്തെ ഒരു അധോലോക മാഫിയ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉം. നമ്മൾ ബീഹാറിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഒക്കെ ഈ സ്മഗ്ലിംഗ് ഒക്കെ കാണുന്നുണ്ട്. കേരളത്തിലും ഉം. ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്ലി ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല. അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പോഴും കേരളത്തിൽ ആൽക്കഹോൾ പ്രൊഹിബിഷൻ അല്ലെങ്കിൽ മദ്യനിരോധനം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. ഞാൻ കുറച്ചു ഉം. കാലം അവിടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇപ്പോഴും മദ്യം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലീഗൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിട്ട് നമ്മൾ വ്യാജമദ്യം എന്നൊക്കെ പറയുന്നത് ബ്രൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഉം. ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇത് അട്ടപ്പാടി ഒരു ചെറിയൊരു സ്ഥലമാണല്ലോ. ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മണ്ണാർക്കാടാണെങ്കിലും തമിഴ്നാടാണെങ്കിലും അവിടെയൊക്കെ റെഡിലി ആൽക്കഹോൾ അവൈലബിൾ ആണ്. അപ്പൊ ഇവർക്കൊന്ന് ബസ് ഉം. പിടിച്ച് അവിടെ പോകേണ്ട ഒരു കാര്യമേ ഉള്ളൂ ആൽക്കഹോൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതത്ര ഉം. നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവാത്തൊരു എക്സാമ്പിൾ ആണ്. അട്ടപ്പാടിയെ പറ്റിയിട്ടും ഇങ്ങനെ കുറെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഉം. ആൽക്കഹോൾ ബാൻ കൊണ്ടൊന്നും തീരെ വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അട്ടപ്പാടിയിൽ. കാരണം ആൾക്കാരുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. കാരണം ഇത്രയും കാലം അവിടുന്ന് തന്നെ വാങ്ങേണ്ട ആൽക്കഹോൾ ദൂരെ പോയിട്ട് വാങ്ങേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഉം. ആൽക്കഹോൾ, അത്ര സേഫ് അല്ലാത്ത ആൽക്കഹോൾ, ഉം. അതൊക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ആക്ച്വലി ഉം. കൂടുതൽ കോസ്റ്റ് അവരുടെ മേലെ ചാർത്തി എന്നുള്ളത് മാത്രമേ അതിനെ കൊണ്ട് ഒരു എഫക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അല്ലാതെ ആരും ആൽക്കഹോൾ നിർത്തുന്ന കേസുകൾ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഉം. കോസ്റ്റ് ബെനിഫിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉം. ഇങ്ങനെ തന്നെയാണോ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത് എന്നുള്ളതും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. സോനിൽ പറഞ്ഞ ഉം. തമിഴ്നാട്ടിലെ ഈ വ്യാജമദ്യ ദുരന്തങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ബീഹാറിൽ ഓൾമോസ്റ്റ് എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു വ്യാജമദ്യ ദുരന്തം നമ്മൾ കാണാറുണ്ട്. ഉം. അപ്പോൾ ഒരു ഉം. സ്റ്റാറ്റിസ്റ്റിക് ഞാൻ കാണുമായിരുന്നു. 2016 ശേഷം 1300ഓളം ആൾക്കാരാണ് ബീഹാറിൽ മരിച്ചത് വ്യാജമദ്യ ദുരന്തങ്ങൾ. ആ. ശരിക്കും ഉം. മദ്യപിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു പോളിസി കൊണ്ട് എന്നൊക്കെയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാളും വലിയ ഉം. കോസ്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോ ഇങ്ങനെ തന്നെയാണോ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്? അട്ടപ്പാടിയിലൊക്കെ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു വേറെ കുറെ ആംഗിളുകളും കൂടി അട്ടപ്പാടിയിലൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് അട്ടപ്പാടി മാത്രം നമ്മൾ ഇങ്ങനെ ബാൻ ചെയ്യുന്നു? കാരണം അതൊരു ഭയങ്കര പാറ്റേണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഉം. സ്റ്റേറ്റ് ഒരു അച്ഛനെയും അമ്മയും പോലെയൊക്കെ പെരുമാറുകയാണ്. ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. മദ്യപിക്കണോ ഉം. വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുക മദ്യപിക്കരുത് എന്നൊക്കെ. അതൊരു ഉം. പോളിസി ആയിട്ട് മദ്യനിരോധനമായിട്ട് കൊണ്ടുവരിക. അത് ഭയങ്കര ഒരു ഉം. അൺഈക്വൽ സിസ്റ്റവുമാണ്. കാരണം കേരളത്തിലെ ബാക്കി എല്ലായിടത്തും ഗവൺമെന്റ് തന്നെയാണ് മദ്യം വിൽക്കുന്നത്. പക്ഷേ അട്ടപ്പാടിയിൽ മാത്രം നമ്മൾ ബാനും ചെയ്യുന്നുണ്ട്. അതിന്റെ ഉം. ലോജിക്കും അതിന്റെ ഫണ്ടമെന്റൽ ഐഡിയയും എനിക്ക് എപ്പോഴും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഉം. അട്ടപ്പാടിയിലും ചിലപ്പോൾ ഒരു വ്യാജമദ്യ ദുരന്തം അടുത്ത് തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉം. അപ്പോ ആൽക്കഹോൾ എന്നാലും ഒരു പ്രശ്നകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതിനെപ്പറ്റി റെഗുലേറ്റ് ചെയ്യേണ്ട ഐഡിയാസും ഒക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതിൽ വേറൊരു ആംഗിളും കൂടിയുണ്ട്. നമ്മളിപ്പോ ലിബർട്ടേറിയൻ ആൾക്കാരൊക്കെ പറയുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടിംലെസ് ക്രൈമുകൾ. അതായത് ഒരു വിക്ടിം പൊതുവെ ഒരു ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു വിക്ടിം ഉണ്ടല്ലോ. ആ ഇടിക്കപ്പെട്ട ആളാണ് വിക്ടിം. പക്ഷെ ഉം. ഞാനൊരു മദ്യം വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ആ വിക്ടിം ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ എന്റെ ആരോഗ്യം മോശമാക്കുന്നുണ്ടെങ്കിലും അതിലൊരു വിക്ടിം ഇല്ലാത്തൊരു ക്രൈം ആണെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്.
അപ്പൊ ഈ ഉം. ലിബർട്ടേറിയൻ ആൾക്കാരൊക്കെ പൊതുവെ പറയുന്ന ഒരു ഐഡിയ വിക്ടിംലെസ് ക്രൈമുകളെ പണിഷ് ചെയ്യരുത് എന്നൊക്കെ ഉള്ളതാണ്. അതൊരു ഉം. ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോനിൽ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. ഓക്കെ. സോ വിക്ടിംലെസ് ക്രൈംസ് എന്നൊരു ഐഡിയ ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു സംഭവമാണ്. ഞാനും റീസെന്റ്ലി ആണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. വിക്ടിംലെസ് ക്രൈംസ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആനന്ദ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അതായത് പല ഇല്ലീഗലായ ആക്റ്റുകളും പക്ഷെ അതിനകത്ത് വിക്ടിംസ് ഒന്നുമില്ല. ഇല്ലീഗൽ ഉം. ഗവൺമെന്റ് അതിനെ ഇല്ലീഗൽ ആക്കിയതാണ്. പക്ഷെ അതിനകത്ത് വിക്ടിംസ് ഒന്നുമില്ല. റൈറ്റ്? അല്ലെങ്കിൽ കൺസെൻഷ്വൽ ആയിട്ടാണ് ആൾക്കാർ അത് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് യൂസേജ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസേജ് എന്ന് പറയുന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഇങ്ങനത്തെ കേസുകളിലൊക്കെ കൺസെൻഷ്വൽ ആയിട്ട് ആൾക്കാർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരാൾ മദ്യം കുടി, ഇപ്പം ഞാൻ മദ്യം ഭക്ഷിക്കുകയാണ്, എൻ്റെ ശരീരത്തിനാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിനകത്ത് ആരും വിക്ടിം അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ശരീരം വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, അങ്ങനെ ഞാനൊരു കാര്യം ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു എനിക്കിതിൻ്റെ ഭയങ്കര എക്സാമ്പിളായിട്ട് തോന്നുന്നത് ഈ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ബാൻഡാണ്, മ്യൂസിക് ബാൻഡാണ് ബീറ്റിൽസ് എന്നുള്ളത്. റൈറ്റ്? അപ്പോൾ ഉം. ബീറ്റിൽസിൻ്റെ സിംഗർ പോൾ മക്കാർട്ട്നി 1984 പുള്ളീനെ കാനബിസ് ഉപയോഗിക്കുന്നതിന്, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് പുള്ളീനെ അറസ്റ്റ് ചെയ്തു. ലണ്ടൻ ഉം. എയർപോർട്ടിൽ നിന്ന് പുള്ളി ക്രോസ് ചെയ്യുന്ന സമയത്ത് പുള്ളിൻ്റെ കയ്യിൽ കുറച്ചെത്രയോ ഗ്രാംസ് കാനബിസ് ഉണ്ടായിരുന്നു. ഉം. അന്ന് പുള്ളീനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് പുള്ളി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് എല്ലാം പുള്ളിനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി വന്നപ്പോൾ അന്ന് പുള്ളിയുടെ സ്റ്റാർഡമിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് പുള്ളിനെ ഇങ്ങനെ വന്നിങ്ങനെ പുള്ളീനെ കോർണർ ചെയ്തു. അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, നിങ്ങൾ ചെയ്തതിൽ വല്ല റിഗ്രറ്റ് ഉണ്ടോ? പുള്ളി പറഞ്ഞു, എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു. റൈറ്റ്? ഉം. ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യം, ഇൻ ദ പ്രൈവസി ഓഫ് മൈ റൂം ഐ എം നോട്ട് ഡൂയിങ് എനിവൺ എനി ഹാം എന്ന് പറഞ്ഞു പുള്ളി. അതായത് ഉം. പുള്ളിയുടെ റൂമിന്റെ പ്രൈവസിയിൽ പുള്ളി കാനബസ് യൂസ് ചെയ്യാണ്. പുള്ളി ആരെയും ഉപദ്രവിക്കുന്നില്ല. പുള്ളിക്ക് സ്വന്തം പുള്ളി ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് എന്തിനാണ് എന്നെ ഒരു ക്രിമിനൽ ആക്കുന്നതെന്ന് പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. ഇതാണ് വിക്ടിംലെസ് ക്രൈംസിന്റെ ഐഡിയ. റൈറ്റ്? ഇപ്പോൾ ഒരാൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കെല്ലാം ഒരുപക്ഷെ പേഴ്സണലി നമ്മുടെ ജഡ്ജ്മെന്റ്സ് ഉണ്ടാവും. ഒരാൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ശരിയല്ല, ശരിയാണ്, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ശരിയല്ല, ശരിയാണ്. പക്ഷേ ഒരാളുടെ സ്വന്തം പൈസ മുടക്കി അയാളുടെ ഹെൽത്തിനെ അയാൾ എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കുക എന്നുള്ള റൈറ്റ് എന്നുള്ളതാണ് വിക്ടിംലെസ് ക്രൈംസിന്റെ പുറകിലുള്ള ഐഡിയ. അപ്പം ഗവൺമെന്റ് വിക്ടിംലെസ് ക്രൈംസിനെ ബാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം ഇത് വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് ബാൻ ചെയ്യണമെന്നോ ബാൻ ചെയ്യേണ്ട എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഗവൺമെന്റ് ഈ വിക്ടിംലെസ് ക്രൈംസിനെ, ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷനോ ആൽക്കഹോൾ ബാനോ ഡ്രഗ്സോ അതിനെയൊക്കെ ബാൻ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻസ് പൊതുവെ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ വരട്ടാണ്. ഉം. റൈറ്റ്? അപ്പോൾ പൊതുവെ പബ്ലിക്കലി നമ്മളെല്ലാം വിശ്വസിക്കുന്ന കുറേ ധാർമ്മികമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെയ്യണം, പ്രോസ്റ്റിറ്റ്യൂഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് തെറ്റാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ധാർമ്മികമായ കാര്യങ്ങളിലാണ് ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത ആ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് കൈകടത്താത്തതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉം. അഭിപ്രായം. റൈറ്റ്? അപ്പം ഉം. ലെജിസ്ലേറ്റിംഗ് മൊറാലിറ്റി ഈസ് നോട്ട് എ ഗുഡ് തിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം മൊറാലിറ്റിനകത്ത് ഗവൺമെന്റ് കൈകടത്താതിരിക്കുക. റൈറ്റ്? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഇത് പൊതുവെ വർക്ക് ചെയ്യത്തില്ല. ഗവൺമെന്റ് ഉം. മൊറാലിറ്റി, ആൾക്കാർ നന്നാവണം, ആൾക്കാരെ നന്നാക്കണം, ആൾക്കാരെ കുറച്ചും കൂടെ എന്താ പറയുക നല്ല സ്വഭാവമുള്ളവരാക്കണം, അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരാക്കണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഈ മോറലായ സംഭവങ്ങൾ, നേരത്തെ ആനന്ദി പെറ്റേണലിസ്റ്റിക് പോളിസീസ്, നമ്മുടെ അച്ഛനും അമ്മയും ചെയ്യേണ്ട പണി ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പൊതുവെ വർക്ക് ചെയ്യത്തില്ല. ഈവൻ ഇഫ് അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ, റൈറ്റ്, ഇത് പലപ്പോഴും വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് എക്സ്ട്രീംലി കോഴ്സീവ് ആവണം. അതായത് ഉം. ഗവൺമെന്റ് ഒത്തിരി പവറും പോലീസും ചെക്കിങ്ങും ഭയങ്കര ഒരു പോലീസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് മാറിയാലേ ഉം. പലപ്പോഴും ഈ ബാനുകൾ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഞങ്ങളുടെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ ഹയക്കിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചപ്പോൾ റോഡ് ടു സർഫ്ഡം എന്ന് പറഞ്ഞൊരു ബുക്കിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഹയക്കിന്റെ ഐഡിയ ഇതായിരുന്നു, ഗവൺമെന്റ് നമ്മൾ ചെറുതായിട്ട് ബാൻ ചെയ്യാനും നമ്മളെ ചെക്ക് ചെയ്യാനും കോഴ്സ് ചെയ്യാനും ഒക്കെ നമ്മൾ ഗവൺമെന്റിന് പവർ കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഈ പവർ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോയി വേറെ കാര്യങ്ങളും അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഓർക്കേണ്ടത്, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും സാധനം നമ്മൾ ഇങ്ങനെ ഗവൺമെന്റിന് ബാൻ ചെയ്യാൻ പ്രോസസ് കൊടുത്താണെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ബാൻ ചെയ്യും. ഒരു ഉം. ഉദാഹരണം പറയാൻ, നാളെ ഗവൺമെന്റ് ബീഫ് ബാൻ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നല്ല ശതമാനം ആൾക്കാരെ അത് ബുദ്ധിമുട്ടിക്കും. റൈറ്റ്? അപ്പം ആൽക്കഹോൾ ബാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് പവർ കൊടുക്കുകയാണെങ്കിൽ ആ പവർ ഗവൺമെന്റ് വേറെ കാര്യങ്ങളിലും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുള്ള റോഡ് ടു സർഫ്ഡം എന്നൊരു ഐഡിയ. ഉം. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഈ മൊറാലിറ്റിയിൽ ഗവൺമെന്റ് കൈകടത്താത്തതാണ് നല്ലത് എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ എന്താണ് പലപ്പോഴും മൊറാലിറ്റിയിൽ ഗവൺമെന്റ് ബാൻ ചെയ്യണം, അല്ലെങ്കിൽ ബാൻ കൊണ്ടുവരണം, മൊറാലിറ്റി ആയിട്ടുള്ള ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവൺമെന്റ് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്? ഉം. അല്ലെങ്കിൽ വിക്ടിംലെസ് ക്രൈംസിനെ നമ്മൾ ബാൻ ചെയ്യണം എന്ന് പറയുന്ന കേസുകളിൽ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ആർഗ്യുമെന്റ്സ്? പൊതുവെ സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ
നമ്മൾ ബാൻ ചെയ്യണ്ടേ? അതായത് ആനന്ദ് നേരത്തെ പറഞ്ഞു ആൽക്കഹോൾ കുടിക്കുന്നത് കൊണ്ട് പല കുടുംബങ്ങളും വഴിയാധാരമായി പോകുന്നു. അത് സ്ത്രീകൾക്ക് അബ്യൂസായിട്ട് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാർ കുടിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന കേസുകൾ നമ്മൾ വായിക്കാറുണ്ട്. പലരുടെയും ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. യുവാക്കൾ കുറേ പേര് കുടിക്കുന്ന സമയത്ത് യുവാക്കൾ നമ്മുടെ നാളെയുടെ പ്രോമിസസ് ആണ്. അപ്പോൾ അവരുടെ ജീവിതം നശിച്ചു പോകുന്നു. ഇപ്പം പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെയൊക്കെ കേസിൽ. അപ്പം ഇങ്ങനത്തെ കേസുകളിൽ ബാൻ ചെയ്യുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യമുണ്ട്. റൈറ്റ്? എഗെയിൻ ഇങ്ങനത്തെ കേസിൽ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അത് ബാൻ നല്ലതാണോ നല്ലതല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ കേസുകൾ പറയുന്നവരിൽ ഒരു വെരി വാലിഡ് ആയ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഈ കേസുകളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ പബ്ലിക് പോളിസിയിൽ എക്സ്റ്റേണാലിറ്റീസ് എന്നാണ് പറയുക. അപ്പം ഉം. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മളൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് സമൂഹത്തിനുണ്ടാവുന്ന നെഗറ്റീവായ പോസിറ്റീവായ എഫക്റ്റുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഇവിടെ നമ്മൾ നടത്തുകയാണെങ്കിൽ അവർ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിൽ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാവുന്നു. അതുകൊണ്ട് ആ ഇൻഡസ്ട്രി നമ്മളൊന്നെങ്കിൽ ബാൻ ചെയ്യണം, അല്ലെങ്കിൽ അവർ വിടുന്ന പൊല്യൂട്ടൻസ് നമ്മൾ ബാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉം. അപ്പം ഇതുപോലെ ആൽക്കഹോളിൻ്റെയോ ഡ്രഗ്സിൻ്റെയോ കേസിൽ നാട്ടുകാർക്കോ ആൾക്കാർക്കോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം ഇതിനെപ്പറ്റി 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും മദ്യപിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരെ മറ്റുള്ളവർ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് എടുത്തിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുക. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ മദ്യപാനത്തെയോ അല്ലെങ്കിൽ ഡ്രഗ്സിനെയാണോ ബാൻ ചെയ്യേണ്ടത്, അതോ അവർ ഉപദ്രവിക്കുന്ന ആക്ഷനെയാണോ ബാൻ ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഉപദ്രവം അല്ലെങ്കിൽ അവർ നടത്തുന്ന വയലൻസ് ആണ് തെറ്റ്, മദ്യപാനം തെറ്റാവണമെന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഉം. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഈ സോഷ്യലി പലപ്പോഴും ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉം. നമുക്ക് ബാൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൽക്കഹോൾ കുടിക്കുക എന്നുള്ളത് പലർക്കും സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറേഷനലി അവർ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പലയിടത്തുനിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. ഈ ഹാബിറ്റിനെ നമ്മൾ പെട്ടെന്ന് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഹാബിറ്റ് നിർത്തണം എന്നില്ല, അവർ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. ഉം. അപ്പോഴാണ് പലപ്പോഴും മദ്യദുരന്തങ്ങളും അങ്ങനത്തെ സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ആയിരിക്കും കൂടുതൽ ബെനിഫിറ്റ്സിനെക്കാട്ടും. ഉം. അതേസമയം എൻ്റെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് വെച്ചിട്ട് സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള അല്ലാത്ത ഹാബിറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മദ്യം സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ വേറെ പല കാര്യങ്ങളും സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ളത്. പക്ഷേ ഹാർഡ് ഡ്രഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹാർഡ് ഉം. ഡ്രഗ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഹാർഡ് ഡ്രഗ്സ് ഇൻഗ്രെയിൻഡ് ആവുന്നതിന് മുമ്പ് നമ്മളിപ്പം ബാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കോസ്റ്റ് ചിലപ്പം റെഡ്യൂസ്ഡ് ഉം. ആയിട്ടിരിക്കും, ബെനിഫിറ്റ്സ് ആയിരിക്കും കൂടുതൽ. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഇപ്പോൾ ദീപാവലിയുടെ സമയത്ത് ഗവൺമെൻറ് ദീപാവലിൻ്റെ സമയത്ത് ഡൽഹി, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നമ്മുടെ ഈ പടക്കവും സാധനങ്ങളും പൊട്ടിക്കരുത് എന്ന് ഗവൺമെൻറ് പെട്ടെന്ന് റൂൾ എടുക്കും. ഉം. റൈറ്റ്? അപ്പോൾ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇത് ഭയങ്കര സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള സമയമാണ്. ദീപാവലിൻ്റെ അന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് പുറത്ത് വന്ന് പടക്കം പൊട്ടിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റാണ് അവിടെയുള്ള ആൾക്കാർക്ക്. ഗവൺമെൻറ് ബാൻ ചെയ്തൊന്നും അവർക്ക് വിഷയമല്ല. അവർ പടക്കം പൊതുവെ പൊട്ടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൊട്ടിക്കും. സുപ്രീം കോർട്ടൊക്കെ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളവും ഉണ്ടാക്കും, പൊല്യൂഷൻ ഉണ്ടാവുന്നു, ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവുന്നു. ആൾക്കാർ പൊട്ടിക്കും. അതിന് ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ വിഷയത്തിനകത്ത്. ഒന്നെങ്കിൽ എല്ലാവരും അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ വിടണം. ഇവിടെ പോലീസുകാർക്ക് വരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരും പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. റൈറ്റ്? ഉം. അപ്പോൾ ഈ സോഷ്യലി ഇൻഗ്രെയിൻഡ് ആയ സാധനങ്ങൾ നമ്മൾ ബാൻ ചെയ്യാതെ പുതുതായി വരുന്ന ഹാബിറ്റ്സ് ആ ഇൻഗ്രെയിൻഡ് ആവുന്നതിന് മുമ്പ് നമ്മൾ ബാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ബെനിഫിറ്റ്സ് കൂടുതലുണ്ടാവും എന്നുള്ളതാണ് ഉം. എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിക്ടിംലെസ് ക്രൈംസിന് നമ്മൾ വളരെ ന്യൂയാൻസ്ഡായി സങ്കീർണമായ ഒരു ടോപ്പിക്കാണത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മളതിനെ ബാൻ ചെയ്യാൻ നോക്കണം. പലപ്പോഴും ബാൻ ചെയ്യുന്ന ഇൻറ്റൻഷനുകൾ നല്ലതാണെങ്കിലും നമ്മൾ ധാർമ്മികമായ നമ്മുടെ ഒരു പാഷൻ്റെ പുറത്ത് നമ്മൾ പല കാര്യങ്ങളെയും ബാൻ ചെയ്യുന്നതുകൊണ്ട് അത് ചിലപ്പം ഗുണങ്ങളെക്കാട്ടും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫണ്ടമെന്റലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൺസെൻഷ്യലായിട്ട് അവർക്ക് സ്വന്തം ജീവിതത്തെ പറ്റി വേറെ ആരെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളെ അതിനകത്ത് ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു പോയിന്റില് സോനല് റെഗുലേഷനെ പറ്റി പറഞ്ഞു. അതായത് ഗവൺമെന്റ് എത്രത്തോളം ഇതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണം, ഇങ്ങനത്തെ ഒരു ബാനൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എനിക്ക് Yeah. തോന്നുന്നു നമ്മൾ കുറെ എപ്പിസോഡിൽ പറയുന്ന ഒരു ഐഡിയ ആണ് ഗവൺമെന്റിന് അല്ലെങ്കിൽ സർക്കാരിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, സ്റ്റേറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഉം. കാരണം സർക്കാരിന് വേണ്ടത്ര ആൾക്കാരുണ്ടോ, വേണ്ടത്ര പോലീസുകാരുണ്ടോ, വേണ്ടത്ര ഉം. റിസോഴ്സ് ഉണ്ടോ ഇങ്ങനത്തെ ബാനൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ എന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട്. പലപ്പോഴും ഉം. നമ്മൾ പോലീസുകാരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ബാന് നോക്കാൻ വേണ്ടി വിട്ടു കഴിഞ്ഞാൽ വേറെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളും അവരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോ Yeah. അങ്ങനത്തെ ഒരു ആംഗിളും കൂടി ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ Yeah. കുറച്ചും കൂടി ആലോചിച്ചിട്ട് ഇങ്ങനത്തെ ബാനൊക്കെ ശരിക്കും നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതും കൂടി ഗവൺമെന്റ് ആലോചിക്കണം എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. Yeah. ഇതിൽ തന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ റെഗുലേഷൻസിനെ പറ്റിയുള്ള ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ബാൻ ഒരു ഉം. ഫോം ഓഫ് റെഗുലേഷൻ ആണ്. വേറെയും കുറെ ഉം. റെഗുലേഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അതിനെപ്പറ്റിയും കൂടി ഒന്ന് നോക്കാന്ന് വിചാരിച്ചു.
ഈ ബാനിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ റെഗുലേഷൻ ഒരു സ്പെക്ട്രം ആയിട്ടാണ് പൊതുവെ ആലോചിക്കേണ്ടത്. നമ്മളൊരു സാധനം റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മളൊരു ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് ഈ സംഭവം. കാരണം ഓഫ് ആക്കി വെക്കുന്നത് ഓൺ ആക്കി വെക്കുന്നത് പോലെയല്ല നമുക്ക് അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഉം. ബാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ സാധനം സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് റെഗുലേറ്ററിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് പോലെ എത്ര കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് റെഗുലേഷൻ. നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോളിന്റെ കേസിലാണെങ്കിൽ എത്ര ഹാർഡായിട്ടുള്ള ആൽക്കഹോൾ ആണ് കൊടുക്കുന്നത്, ഭയങ്കര കോൺസെൻട്രേഷൻ കൂടിയ ആൽക്കഹോൾ ആണോ കൊടുക്കുന്നത്, അതൊക്കെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗവൺമെന്റ് വേണമെങ്കിൽ ബാനിനെ പറ്റി തന്നെ ആലോചിക്കാതെ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഉം. ആലോചിക്കാൻ പറ്റും. ഇത് വി ദ സിറ്റിസൺസ് എന്ന് പറഞ്ഞ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറക്കിയ ഒരു പുസ്തകത്തിലും ഇതിനെപ്പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഉം. സാഹചര്യം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ. അപ്പൊ അവര് ഉം. പൊതുവെ ഇങ്ങനത്തെ ആൽക്കഹോളിന്റെ കേസിലും സിഗരറ്റ് യൂസേജിന്റെ ഒക്കെ കേസിലൊക്കെ അവർ പറയുന്നത് ഗവൺമെന്റ് റെട്ടോറിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പബ്ലിക് ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇതിന്റെ മോശം വശങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉം. കുറച്ചൊരു പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നഡ്ജ് ചെയ്യാം. ഇപ്പൊ സിഗരറ്റ് ഉം. പാക്കിലൊക്കെ നമ്മൾ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസർ വന്ന ഒരാളുടെ ഫോട്ടോ ഒക്കെ ഉം. പതിപ്പിക്കുന്നത് ഇത് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുക അത് വാങ്ങിക്കുന്നവരുടെ ഇടയിൽ എന്നൊക്കെ ഉം. വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു ഉം. നഡ്ജായിട്ടും ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റിന് ആലോചിക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ഉം. കാര്യങ്ങളിലേക്ക് പുഷ് ചെയ്യുക, മോശം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്നൊക്കെയുള്ളത് നമുക്ക് ഉം. ആലോചിക്കാൻ ഉം. പറ്റും. ഉം. ഇതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം കാര്യമാണ് ബാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ബാൻ ചെയ്യുന്നത് കൊണ്ട് ഉം. നമുക്കത് കൺട്രോൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. കംപ്ലീറ്റ്ലി സപ്ലൈ ഉം. കുറച്ചു കഴിഞ്ഞാലും ആൾക്കാരുടെ യൂസേജ് ഒന്നും കുറയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉം. പൊതുവെ റെഗുലേഷൻസിനെ പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കണം ഓരോ സമയത്തും എന്നുള്ളതാണ്. കാരണം ഉം. ഈ സ്പെക്ട്രത്തിലെ നമ്മൾ കുറെ അധികം ഡിഫറെന്റ് ഓപ്ഷൻസ് ഉള്ളപ്പോൾ അതിൽ ഏത് ഓപ്ഷൻ എടുക്കണം, ബാനൊക്കെ അത്രയും എക്സ്ട്രീം കേസുകളിൽ മാത്രം എടുക്കേണ്ട ഒരു സാധനമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. കാരണം അത് എൻഫോഴ്സ് ചെയ്യാനുള്ള പാടുകൊണ്ടും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ടും നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. എനിക്കും 1, 2 ഒപ്പീനിയൻസ് ഉണ്ട്. ഒന്ന്, എന്റെ അഭിപ്രായത്തില് ഈ ആൽക്കഹോൾ ബാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ധാർമ്മികമായ ഒരു വിഷയമാണല്ലോ മദ്യം കുടിക്കണോ കുടിക്കേണ്ടയോ എന്നുള്ളത്. റൈറ്റ്. ഉം, അഗെയിൻ ഈ പൊതുവെ ആൾക്കാരുടെ മനസ്സിലോട്ട് മദ്യം കുടിക്കുക എന്ന് പറയുമ്പോൾ നേരെ വരുന്നത്, അല്ലെങ്കിൽ എന്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നേരെ വരുന്നത് വയലൻസ്, അബ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതെല്ലാം തെറ്റാണ്. ഇതിനെല്ലാം ഗവൺമെന്റ് പ്രിവെന്റ് ചെയ്യണം. ഒരാൾ വയലന്റ് ആവുമ്പോൾ വേറൊരാളുടെ മേളിൽ വയലൻസ് ഇൻഫ്ലിക്റ്റ് ചെയ്യുമ്പോൾ വേറൊരാളുടെ റൈറ്റ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഈ റൈറ്റ്സിനെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഉം, അതും ആൽക്കഹോളും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ ആൽക്കഹോൾ എന്ന വിഷയത്തിനകത്തിൽ ഗവൺമെന്റ് ബാനോ റെഗുലേഷനോ ഒക്കെ ഗവൺമെന്റ് അധികം ഇടപെടണ്ട. ആ വിഷയത്തിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉം, പബ്ലിക് പോളിസിയിൽ നമ്മൾ പൊതുവെ പറയുമ്പോൾ സ്റ്റേറ്റ്, മാർക്കറ്റ്, സൊസൈറ്റി, ഇങ്ങനെ 3 ആക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഒരു ഇൻഡിവിജ്വലിനെ അഫക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്. അപ്പം സൊസൈറ്റിയുടെ റോളാണ് പൊതുവെ ധാർമ്മികമായ കാര്യങ്ങളും ആൾക്കാരുടെ ഹാബിറ്റ്സും ആൾക്കാരുടെ ഹെൽത്തിനെ പറ്റിയുള്ള കൺസേൺസും ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണൽ ചോയ്സസും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് പൊതുവെ സൊസൈറ്റി ചെയ്യേണ്ട റോളാണ്. ഇപ്പം ഉം, ഞങ്ങൾ നൈനീതി പോളിസി കളക്ടീവ് ഞങ്ങൾ ഒത്തിരി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനോട് വർക്ക് ചെയ്യാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആൽക്കഹോൾ ഇഷ്യൂസിനകത്ത്, അല്ലെങ്കിൽ ഡ്രഗ്സ് ഇഷ്യൂസിനകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ മോറലായിട്ട് നമ്മൾ കാണുന്ന കൂടുതൽ പേര് ഹെൽമെറ്റ് ധരിക്കണം, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിലുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, എൻ ജി ഒസിനൊക്കെ ഞങ്ങൾ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ, അല്ലെങ്കിൽ കാണാറേ ഇല്ല. എന്തുകൊണ്ടാണ് ഈ സ്പേസിൽ അധികം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ എൻ ജി ഒസ് ഇല്ലാത്ത, അല്ലെങ്കിൽ സൊസൈറ്റി എന്നുള്ള ഹോം ഗ്രോൺ ആയിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് എന്തുകൊണ്ടാണ് വരാത്തത്? ഉം, കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്പേസ് മൊത്തത്തിൽ ഗവൺമെന്റ് കയ്യേറിയിരിക്കുകയാണ്. ഉം, അപ്പം നമുക്കറിയാം, ഒരു മദ്യദുരന്തം നടത്തുകയാണെങ്കിൽ ഗവൺമെന്റ് സൊല്യൂഷൻ കൊണ്ടുവരണം. മദ്യം കൂടുതൽ ഒരു ഭക്ഷിക്കുകയാണ് അല്ലെങ്കിൽ കഴിക്കുകയാണ്, അപ്പം ഗവൺമെന്റ് സൊല്യൂഷൻ കൊണ്ടുവരണം. ഡ്രഗ്സ് കൂടുതൽ നമ്മുടെ ചെറുപ്പക്കാരെടുക്കുകയാണ്, ഗവൺമെന്റ് സൊല്യൂഷൻ കൊണ്ടുവരണം. എല്ലാത്തിനും ഈ ഒരു വിഷയത്തിനകത്ത് എപ്പോഴും നമ്മൾ വരുമ്പോൾ ഗവൺമെന്റ് സൊല്യൂഷനിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഗവൺമെന്റ് ചെയ്യുന്നതോ ബാന്, അല്ലെങ്കിൽ പോലീസിന്റെ ഈ പോലീസ് സ്റ്റേറ്റുകൾ എല്ലായിടത്തും കൊണ്ട് ചെക്കിങ്. ഇത് കാരണം ആൾക്കാർ ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോകുന്നു, വേറെ സ്റ്റേറ്റുകളിൽ പോയിട്ട് മദ്യം കഴിക്കുന്നു, വേറെ സ്റ്റേറ്റുകളിൽ പോയിട്ട് ഡ്രഗ്സ് എടുക്കുന്നു, ആൾക്കാർ ഫോറിൻ കൺട്രീസിലേക്ക് ഡ്രഗ്സിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു. ഗവൺമെന്റ് ഇതിനകത്തൊരു പെർമനന്റ് ലോങ് ടേം സൊല്യൂഷൻ കൊണ്ടുവരാൻ പലപ്പോഴും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉം, പക്ഷേ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഈ സ്പേസിലോട്ട് വരണം. ഈ സ്പേസിലോട്ട് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ കൂടുതൽ വരണമെങ്കിൽ ഗവൺമെന്റ് ഈ കുറച്ച് സ്പേസ് വിട്ടുകൊടുക്കണം ഇവർക്ക് വരാൻ ഉം. വേണ്ടിയിട്ടുള്ളത്. അവിടെ കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് സോണിൽ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ കേരളം കാസ്റ്റ് സിസ്റ്റത്തിനെ എന്താ പറയുക കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ മോശം ഇഫക്ട്സിനൊക്കെ ഇതാക്കാനോ കാസ്റ്റ് സിസ്റ്റത്തിനെ പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്റ്റെപ്പ് നടത്തിയത് സോഷ്യൽ മൂവ്മെന്റ്സ് വഴിയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ശ്രീനാരായണ Yeah. ഗുരു ആണെങ്കിലും അയ്യങ്കാളി ആണെങ്കിലും അവരൊക്കെ ഗവൺമെന്റ് ഇത് റിസോൾവ് ചെയ്തോളും എന്തെങ്കിലും ഒരു നിയമം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മളുടെ സൊസൈറ്റി ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
എനിക്ക് ഓക്കെ. സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോ ഇമ്മീഡിയറ്റ്ലി അതാണ് ആലോചിച്ചത്. കാരണം അങ്ങനത്തെ ഒരു സോഷ്യൽ മൂവ്മെന്റ് ഒക്കെ കൊണ്ടാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം പോലത്തെ ഒരു മോശം കാര്യത്തിനെ യാ. കുറെ അധികം കൺട്രോൾ ചെയ്തത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യാ. പൊതുവെ. അബ്സല്യൂട്ട്ലി. കേരള എന്നൊരു നമ്മുടെ ഒരു മൊത്തം സ്റ്റേറ്റിന്റെ പ്രോഗ്രസ് എക്സ്ട്രീംലി നമ്മുടെ സോഷ്യൽ മൂവ്മെന്റ്സിൽ എന്റെ ഫൗണ്ടേഷൻസ് കാരണമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് വലുതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും സ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതുകൊണ്ടും നമ്മുടെ സോഷ്യൽ മൂവ്മെന്റ്സ് പലപ്പോഴും തഴയപ്പെടുന്നു. ഉം, അറിഞ്ഞോ അറിയാതെയോ. അപ്പം സ്റ്റേറ്റ് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. പക്ഷെ സോഷ്യൽ മൂവ്മെന്റ്സിന്റെ പവർ വേറൊന്നാണ്. റൈറ്റ്? ഉം, ആ പവറിനെ സ്റ്റേറ്റിന് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, മൂവ് ചെയ്യുക. പലപ്പോഴും ഇന്ന് നമ്മുടെ സിനിമകൾ അത് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് ഉം, ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് അതിന്റെ സ്പേസ് വിട്ടുകൊടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉം, രണ്ടാമത് ഞാൻ റീസെന്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ കേട്ടു. കർണാടകയിലൊക്കെ ഇത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ആനന്ദ് നേരത്തെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മള് ഈ ബാൻ എന്ന് പറയുകയാണെങ്കിൽ പൊതുവെ ഒരു ആൽക്കഹോളിന്റെ ടാക്സ് ഇൻഫിനിറ്റ് ആക്കി വെക്കുന്നതിനാണ് ബാൻ എന്ന് പറയുന്നത്. റൈറ്റ്? ഉം, ആൽക്കഹോൾ മേടിക്കാനേ പാടില്ല. ഇൻഫിനിറ്റ് ടാക്സ് ആണ്. പക്ഷേ ഇതല്ലാതെ നമുക്ക് ആൽക്കഹോളിനെ ടാക്സ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആൽക്കഹോളിനെ ടാക്സ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. ചിലപ്പം ബ്രാൻഡുകളുടെ പേര് വെച്ചിട്ടോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നല്ല ഷൈനി ആൽക്കഹോൾ ബോട്ടിലാണെങ്കിൽ അതിന് കൂടുതൽ ടാക്സ്, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ടാക്സ് ചെയ്യുന്നത്. ഉം, പക്ഷെ ഇതിന് പകരം നമുക്കിതിനെ ടാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ റീസെന്റ്ലി ഞാൻ വായിച്ചത്, ആൽക്കഹോൾ കണ്ടന്റ് വെച്ച് നമുക്ക് ടാക്സ് ചെയ്യാം ആൽക്കഹോളിനെ. ഉം, റൈറ്റ്? അതായത് ഇപ്പം 5% ആൽക്കഹോൾ ഉള്ള ആണെങ്കിൽ ടാക്സ് 0 എന്ന് നമുക്ക് വിചാരിക്കാം. 10% ആകുമ്പോൾ അതിന് ടാക്സ് കുറച്ച് കൂടും. 15% ആൽക്കഹോൾ കണ്ടന്റ് ആണെങ്കിൽ ടാക്സ് കുറച്ചും കൂടെ കൂടും. ഇങ്ങനെയാകുമ്പോൾ ജനറലി നമ്മൾ വീര്യം കുറഞ്ഞ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യുന്ന പോലെയാണ്. ഉം, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞതിന് പൈസ കുറവ് എന്നുള്ള ഉം, രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. എഗെയിൻ ഇവിടെയും പല പ്രശ്നങ്ങളും ഉണ്ട്. വീര്യം കൂടി ആൽക്കഹോൾ ആഗ്രഹിക്കുന്നവർക്ക് പൈസ കൂടി ആൽക്കഹോൾ എന്നുള്ള രീതിയിലാവും. ഉം, പക്ഷെ ഇപ്പോഴത്തെ ടാക്സ് റെജിമിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഉം, അതേ സമയത്ത് തന്നെ ആൽക്കഹോളിന്റെ ടാക്സ് ഒത്തിരി കൂടുന്നതിലൂടെ ആൽക്കഹോൾ ഒത്തിരി എക്സ്പെൻസീവ് ആവുകയും അപ്പം പാവപ്പെട്ടവർക്ക് മദ്യപിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലാതാവുകയും അവര് എന്താ പറയുക, വ്യാജ മദ്യത്തിലേക്ക് പോകുന്ന സിറ്റുവേഷനും ഉണ്ട്. അതുകൊണ്ട് ടാക്സ് ഉം, ഒത്തിരി നമ്മൾ പലപ്പോഴും ഗവൺമെന്റ് ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ 50% ടാക്സ് വെച്ച് കഴിഞ്ഞാൽ ആരും മേടിക്കൂല, ബാൻ വെച്ച് കഴിഞ്ഞാൽ ആരും മേടിക്കൂല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും ഇല്ലോജിക്കലാണ്. ഗവൺമെന്റിന് എല്ലായിടത്തും എത്തിപ്പെടാനും എല്ലാവരുടെ ബാഗ് ചെക്ക് ചെയ്യാനും ഉള്ള പോലീസുകാരോ പൈസയോ ഒന്നും ഗവൺമെന്റിന് ഇല്ല. അതുള്ളിടത്തോളം ഇല്ലാത്തടത്തോളം കാലം നമ്മളിത് ചെയ്യുന്നതും കൊണ്ട് ആൾക്കാർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ന് ഇങ്ങനത്തെ 2 ഐഡിയാസാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ആനന്ദ് പറഞ്ഞ് ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. ബാൻ അല്ലാതെ വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നഡ്ജ് ചെയ്യുക, ക്യാമ്പയിൻസ് കൊണ്ടുവരിക, ആൽക്കഹോൾ കുടിക്കുന്നതിനുള്ള ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരങ്ങൾ ഗവൺമെന്റ് ക്യാമ്പയിൻസിലൂടെ കൊണ്ടുവരിക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ്. പക്ഷേ സൊസൈറ്റി കുറച്ചും കൂടെ സ്പേസ് കൊടുക്കുക എന്നൊരു കാര്യം കൂടിയാണ് ഞാൻ വേറെ വിചാരിച്ചത്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാന്ന് വിചാരിച്ചത്. ഗവൺമെന്റ് എപ്പോഴും ബാൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് ആസ് പബ്ലിക് പോളിസി അനലിസ്റ്റ് ഒക്കെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എന്തുകൊണ്ട് അത്രയും പ്രശ്നകരമാണെങ്കിലോ അല്ലെങ്കിൽ അത്ര ഈസിയാണ് ബാൻ ചെയ്യാൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. എന്ത് ബാൻ ചെയ്ത് കഴിഞ്ഞാലും ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. Yeah. പക്ഷെ എന്തായാലും ആൽക്കഹോളിന്റെ ബാനിൽ പ്രത്യേകിച്ച്, കാരണം ഇതൊരു ഇൻഗ്രൈൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് പലരും എഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ് ബാൻ ചെയ്യാൻ. ഈവൻ ദോ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ വാലിഡ് ആണ് എന്നിരിക്കുമ്പോഴും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഗവൺമെന്റിനെ റീതിങ്ക് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, ഇങ്ങനത്തെ ബാനുകളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നല്ല കാര്യമായിട്ടായിരിക്കും തോന്നുക, നല്ല ഇന്റൻഷനോട് കൂടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരിക്കും തോന്നുക. പക്ഷെ അതിന് ഇങ്ങനത്തെ ഒരു എഫക്റ്റും ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് പറയാം ഈ ഒരു എപ്പിസോഡിൽ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. എന്തായാലും ഇത്രയും നേരം കേട്ട് നിന്നതിന് താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. Bye bye.